ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഒരു വിദ്യാർത്ഥിയെ സഹപാഠികൾ മർദ്ദിച്ചു കൊന്നു. സംസ്ഥാനത്തെ ഒരു വെറ്റിനറി കോളേജ് ക്യാമ്പസിനുള്ളിലാണ് ഈ നരഹത്യ നടന്നത്. എല്ലാ പ്രതികളും ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളാണ്. അതിശക്തമായ റാഗിംഗ് വിരുദ്ധ നിയമം നിർമ്മിച്ചിട്ടും ക്യാമ്പസിനുള്ളിലെ അതിക്രമങ്ങൾ തടയാൻ കഴിയുന്നില്ല. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ ഒട്ടുമിക്ക സർക്കാർ കോളേജുകളും ഭരിക്കുന്നത് ക്രിമിനൽ സ്വഭാവമുള്ള വിദ്യാർത്ഥി നേതാക്കന്മാരാണ്. ഇവർ മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആജ്ഞാനുവർത്തികളാണ്. പാർട്ടി വളർത്തുന്നതിനു വേണ്ടി എല്ലാവരും യഥേഷ്ടം ക്യാമ്പസുകൾ ഉപയോഗിക്കുന്നു. യൂണിവേഴ്സിറ്റി കോളേജും മഹാരാജാസ് കോളേജും ഒരു കാലത്ത് പേരുകേട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നു. ഇന്ന് ഈ സ്ഥാപനങ്ങളിലേക്ക് മനസമാധാനത്തോടെ മക്കളെ അയക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. നമ്മുടെ ക്യാമ്പസുകളിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകണം. കുറ്റവാളികൾ വിദ്യാർത്ഥി കുപ്പായമണിഞ്ഞ് മിടുക്കന്മാരെ അടിച്ചൊടുക്കുന്ന അവസ്ഥ അവസാനിക്കേണ്ടിയിരിക്കുന്നു. പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ഹൗദികളുടെ താവളങ്ങളെ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ആക്രമിച്ചു. യമനിലെ 8 കേന്ദ്രങ്ങളിലാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. സൈനിക കേന്ദ്രങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നാണ് അമേരിക്കയും സഖ്യകക്ഷികളും അവകാശപ്പെടുന്നത്. ചെങ്കടലിലൂടെ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെ ഹൗദികൾ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിരോധത്തിനായി അമേരിക്ക കപ്പലുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഹൗദികളുടെയും എതിരാളികളുടെയും സാന്നിധ്യം മൂലം ചെങ്കടലിലും പരിസര പ്രദേശങ്ങളിലും യുദ്ധസമാനമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ഹമാസിനെതിരെയുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ അവസാനിപ്പിക്കുന്നതുവരെ ചെങ്കടൽ ആക്രമണം തുടരും എന്നാണ് ഹൗദികളുടെ ഭീഷണി. യമനിൽ ഹൗദികളുടെ എല്ലാ കേന്ദ്രങ്ങളും തകർക്കുമെന്ന് അമേരിക്കയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ സന്തതിയാണ് ചെങ്കടലിലും യമനിലും നടക്കുന്ന പോരാട്ടങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈജിപ്ത് അതിർത്തിക്ക് സമീപമുള്ള റാഫയിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ നേരത്തെ തന്നെ പ്രദേശവാസികളോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇവിടെയുള്ള ഹമാസിൻ്റെ സൈന്യത്തെ ആക്രമിക്കുമ്പോൾ പൗരന്മാർ കൊല്ലപ്പെടുന്നത് ഒഴിവാക്കാനാണ് ഇസ്രായേൽ ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയത്. പൗരന്മാർ ഒഴിഞ്ഞു പോകാതെ ആക്രമണം തുടങ്ങരുത് എന്ന് ജോ ബൈഡനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈജിപ്ത് അതിർത്തി അടയ്ക്കുകയും കാവലിനായി കൂടുതൽ സൈന്യത്തെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എങ്ങോട്ട് പോകും എന്നാണ് ഗാസ നിവാസികൾ ചോദിക്കുന്നത്. ഇവർക്കൊഴിഞ്ഞു പോകാനായി ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നെതന്യാഹു ഞായറാഴ്ച മാധ്യമങ്ങളെ അറിയിച്ചത്. വടക്കൻ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോഴാണ് ഇവർ ജീവനും കൊണ്ട് റാഫയിലേക്ക് രക്ഷപ്പെട്ടത്. ഇപ്പോൾ അവിടേക്ക് മടങ്ങിപ്പോകാനാണ് ഇസ്രായേൽ നിർദ്ദേശിക്കുന്നത്. ജീവൻ വേണമെങ്കിൽ നാടോടികളെപ്പോലെ ജീവിക്കാനാണ് ഇസ്രായേൽ പാലസ്തീനികളോട് ആവശ്യപ്പെടുന്നത്. റമദാൻ മാസം ആരംഭിക്കുന്നതിന് മുമ്പ് ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്നൊരു സൂചന നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടവർ നൽകിയിരുന്നതാണ്. എന്നാൽ അടുത്ത തിങ്കളാഴ്ച വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് ജോ ബൈഡൻ പ്രഖ്യാപിച്ചു. ചർച്ചകളിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന ഖത്തർ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന കാര്യം മാത്രമാണ് സ്ഥിരീകരിച്ചത്. തന്നെയുമല്ല,
ഇങ്ങനെ ഒരു തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നും ചൂണ്ടിക്കാണിച്ചു. വ്യവസ്ഥകൾ പാലിച്ചാൽ എപ്പോൾ വേണമെങ്കിലും വെടിനിർത്തൽ പ്രഖ്യാപിക്കാം എന്നാണ് ഇസ്രായേലിൻ്റെ പ്രതികരണം. നേരത്തെ അംഗീകരിച്ച പല വ്യവസ്ഥകളിൽ നിന്നും ഹമാസ് പിറകോട്ടു പോയി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റാഫ ആക്രമിക്കുന്നതിനുള്ള തീരുമാനം ഇസ്രായേൽ ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല. ഈ പ്രദേശത്തു നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കാതെ ആക്രമണം തുടങ്ങരുത് എന്ന് ബൈഡൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് പ്രദേശവാസികൾക്ക് ഒഴിഞ്ഞു പോകാൻ അവസരം നൽകി ഇസ്രായേൽ കാത്തിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ നിന്നും ISIS-ൽ ചേരാൻ സിറിയയിലേക്ക് പോയ പെൺകുട്ടിയുടെ പൗരത്വം റദ്ദാക്കിയ നടപടി കോടതി അംഗീകരിച്ചു. 15 വയസ്സുകാരിയായ ഈ പെൺകുട്ടി 2 സഹപാഠികൾക്കൊപ്പം സിറിയയിലെത്തിയത് 9 വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു ISIS പോരാളിയെ വിവാഹം കഴിക്കുകയും 4 വർഷം സിറിയയിൽ താമസിക്കുകയും ചെയ്തു. ഒളിച്ചോട്ടത്തിൻ്റെ കഥകൾ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചതിനെ തുടർന്ന് ഇവരുടെ പൗരത്വം ബ്രിട്ടീഷ് സർക്കാർ റദ്ദു ചെയ്തു. അഭയാർത്ഥി ക്യാമ്പിലെ ദുരിതങ്ങളിൽ മനം മടുത്ത ഈ പെൺകുട്ടി പൗരത്വം തിരികെ നൽകണം എന്ന ആവശ്യവുമായി ബ്രിട്ടീഷ് സർക്കാരിനെ സമീപിച്ചു. താൻ പ്രസവിച്ച 3 കുട്ടികളും മരിച്ചുപോയെന്നും താൻ മനുഷ്യക്കടത്തിൻ്റെ ഇരയാണെന്നുമാണ് ഈ പെൺകുട്ടിയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. പെൺകുട്ടിയുടെ അവസ്ഥ ദയനീയമാണെന്ന് അറിയാമെങ്കിലും ഒരിളവും അനുവദിക്കാൻ കഴിയില്ല എന്നാണ് വിധിന്യായത്തിൽ പറയുന്നത്. ഒരാവേശത്തിന് കിണറ്റിൽ ചാടിയാൽ 10 ആവേശം വന്നാലും കരയ്ക്കു കയറാൻ പറ്റില്ല. ഇംഗ്ലണ്ടിലെ ചാൾസ് രാജാവിൻ്റെ ഇളയ മകനായ ഹാരി രാജകുമാരൻ ഇപ്പോൾ സ്ഥിരമായി താമസിക്കുന്നത് കാലിഫോർണിയയിലാണ്. രാജകുടുംബാംഗം എന്ന നിലയിലുള്ള എല്ലാ പദവികളും ഇദ്ദേഹം ഉപേക്ഷിച്ചു. 2020 ഇദ്ദേഹം ഇംഗ്ലണ്ട് സന്ദർശിച്ചപ്പോൾ രാജകുടുംബാംഗത്തിന് ലഭിക്കുന്ന സുരക്ഷ ഇദ്ദേഹത്തിന് ലഭിച്ചില്ല. പഴയതുപോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ നൽകണമെന്നും അതിൻ്റെ ചിലവ് വഹിക്കാമെന്നും ഹാരി രാജകുമാരൻ സർക്കാരിനെ അറിയിച്ചു. ഈ ന്യായം അംഗീകരിച്ചാൽ പണം നൽകുന്നവർക്കൊക്കെ ഈ ആനുകൂല്യം നൽകേണ്ടി വരും എന്നാണ് സർക്കാർ പ്രതികരിച്ചത്. ഇതേ തുടർന്നാണ് രാജകുമാരൻ കോടതിയെ സമീപിച്ചത്. കോടതിയും സർക്കാരിൻ്റെ തീരുമാനം അംഗീകരിച്ചു. രാജകുടുംബ അംഗങ്ങൾക്ക് നൽകുന്ന സുരക്ഷ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിനു സമാനമായ സുരക്ഷ ഹാരി രാജകുമാരന് നൽകാൻ കഴിയില്ല. രാജകുടുംബ അംഗം എന്ന നിലയിലുള്ള എല്ലാ അവകാശങ്ങളും ഇദ്ദേഹം നേരത്തെ തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. ഗർഭഛിദ്രം നടത്താനുള്ള അവകാശത്തിന് ഭരണഘടനയുടെ പരിരക്ഷ നൽകുന്ന ഒരു ബില്ല് ഫ്രാൻസിലെ പാർലമെൻറ്റിൻ്റെ 2 സഭകളും പാസാക്കി. ഈ 2 സഭകളും ഒരുമിച്ച് സമ്മേളിച്ച് ഈ ബില്ല് അംഗീകരിക്കുന്നതോടെ ഇത് ഫ്രാൻസിലെ നിയമമാകും. സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു പരിരക്ഷ നൽകുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യമാണ് ഫ്രാൻസ്. ഭ്രൂണഹത്യയ്ക്ക് അമേരിക്കയിലെ ഒരു കോടതി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു നിയമം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ഫ്രാൻസ് ആലോചിക്കാൻ തുടങ്ങിയത്. പോളണ്ടും ഹംഗറിയും അമേരിക്കയുടെ മാതൃകയിൽ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. സർക്കാരുകൾ മാറുമ്പോൾ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് തടയാനാണ് ഭ്രൂണഹത്യയ്ക്ക് ഭരണഘടനയുടെ പരിരക്ഷ നൽകുന്നത്. ഭ്രൂണഹത്യ സ്ത്രീയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ലെന്നും
അവരുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെയും കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണെന്നുമാണ് ലോകത്തെങ്ങുമുള്ള ജീവൻ രക്ഷാ സമിതികൾ ചൂണ്ടിക്കാട്ടുന്നത്. റഷ്യയെ തോൽപ്പിക്കാതെ യൂറോപ്പിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയില്ല എന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിൻ്റെ വിലയിരുത്തൽ. റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാരീസിൽ ചേർന്ന ഒരു സമ്മേളനത്തിലാണ് മാക്രോൺ ഇങ്ങനെ പറഞ്ഞത്. ജർമ്മൻ ചാൻസലർ, UK വിദേശകാര്യ സെക്രട്ടറി, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും ഈ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. അത്യാധുനിക ആയുധങ്ങൾ ഉക്രൈനിന് നൽകാനും ഈ സമ്മേളനം തീരുമാനിച്ചിട്ടുണ്ട്. യൂറോപ്പും അമേരിക്കയും സഹായം എത്തിച്ചില്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഉക്രൈനിയൻ സൈനികർ റഷ്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടും എന്നാണ് സെലൻസ്കി ഭയപ്പെടുന്നത്. ഉക്രൈനിനെ സഹായിക്കുമെന്ന് ജോ ബൈഡൻ ആവർത്തിക്കുമ്പോഴും അത് അത്ര എളുപ്പമല്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. റിപ്പബ്ലിക്കന്മാർ ഉടക്കി നിൽക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ ഉക്രൈനിലേക്ക് സൈനികരെ അയച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നാണ് പുടിൻ്റെ മുന്നറിയിപ്പ്. സ്വവർഗാനുരാഗം കുറ്റകരമാക്കുന്ന ഒരു ബില്ല് ഘാനയുടെ പാർലമെൻറ്റിലെ 2 മണ്ഡലങ്ങളും പാസാക്കി. പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്നതോടെ ഈ ബില്ല് നിയമമാകും. എല്ലാവിധ സ്വവർഗാനുരാഗവും കുറ്റമാക്കുന്നതാണ് ഈ നിയമം. സ്വവർഗാനുരാഗികൾക്ക് 3 വർഷമാണ് ശിക്ഷയെങ്കിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും 10 വർഷം വരെ ശിക്ഷ ലഭിക്കാം. പാർലമെൻറ്റിൽ ഒരാളും ഈ നിയമത്തെ എതിർത്തില്ല. ആഫ്രിക്കയിലെ 54 രാജ്യങ്ങളിൽ 31 രാജ്യങ്ങളിലും ഇത്തരം നിയമങ്ങളുണ്ട്. സ്വവർഗാനുരാഗത്തെ തങ്ങളുടെ സംസ്കാരവും പാരമ്പര്യവും നശിപ്പിക്കുന്ന ഒരു തിന്മയായിട്ടാണ് ആഫ്രിക്കയിലെ പകുതിയിലേറെ രാജ്യങ്ങൾ കാണുന്നത്. എന്നാൽ ഇത്തരം നിയമങ്ങളെ മനുഷ്യാവകാശ ലംഘനമായിട്ടാണ് യൂറോപ്പും അമേരിക്കയും കാണുന്നത്. ഇവരെയും ദൈവത്തിൻ്റെ സൃഷ്ടികളായി കാണണം എന്ന പക്ഷക്കാരനാണ് മാർപ്പാപ്പ. ഈ ബില്ലിൽ ഒപ്പുവെക്കരുതെന്ന് ഐക്യരാഷ്ട്രസഭയടക്കം നിരവധി പ്രമുഖന്മാർ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ് തെക്കേ അമേരിക്കയിലെ മെക്സിക്കോ. അതിരൂക്ഷമായ വരൾച്ച ഈ നഗരത്തെ വേട്ടയാടുകയാണ്. നഗരവാസികളുടെ ജീവിതം ദുസ്സഹമാണ്. ജലക്ഷാമമാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ജലവിതരണം പലപ്പോഴും മുടങ്ങുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 7200 അടി ഉയരത്തിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. വളരെ ദൂരെ നിന്നാണ് നഗരവാസികൾക്കുള്ള കുടിവെള്ളം എത്തുന്നത്. പൈപ്പുകളുടെ ചോർച്ച മൂലം ഏതാണ്ട് 40% വെള്ളമാണ് നഷ്ടപ്പെടുന്നത്. ഭൂമിശാസ്ത്രപരമായ കിടപ്പും കാലാവസ്ഥാ വ്യതിയാനവും നഗരാസൂത്രണത്തിലെ പിഴവുമാണ് ഈ ദുസ്ഥിതിക്ക് കാരണമായി പല വിദഗ്ധന്മാരും ചൂണ്ടിക്കാട്ടുന്നത്. വികസനത്തിൻ്റെ പേരിൽ നടത്തുന്ന പശ്ചാത്തല വികസനവും വനനശീകരണവും അവ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും പലപ്പോഴും നമ്മൾ അവഗണിക്കുന്നു. ഈ അവഗണനയുടെ വില എത്ര വലുതാണ് എന്നതിൻ്റെ ഭയപ്പെടുത്തുന്ന സ്മാരകമാണ് മെക്സിക്കോ നഗരം. സാങ്കേതിക വിദ്യയുടെ പരിമിതികളും ഈ നഗരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.